യൂട്യൂബിലേക്ക് സ്വാഗതം. സൗന്ദര്യലഹരിയുടെ 12ാമത്തെ ശ്ലോകമാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ഓം ഗുരുഭ്യോ നമഃ. ഓം ശങ്കരാചാര്യ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാം. സൗന്ദര്യലഹരീകർത്രേ സർവമംഗളദായികേ ശങ്കരാചാര്യപര്യായ യതിരാജായ നമഃ. പദ്യം 12ാമത്തെ പദ്യം. ത്വദീയം സൗന്ദര്യം തുഹിനഗിരികന്യേ തുലയിതും കവീന്ദ്ര കൽപ്പാന്തേ കഥമപി വിരിഞ്ചി പ്രഭൃതയാ യഥാ ലോകൗത്സുക്യാത് അമരലലനായാന്തി മനസാ തപോപേർദുഷ്പാവാം അവിഗിരിശ സായൂജ്യ പദവീം. അമ്മയുടെ സൗന്ദര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. അമ്മയുടെ സൗന്ദര്യം ആർക്കും വർണ്ണിക്കാൻ ഒക്കുന്നതല്ല. ഹിമവാന്റെ മകളായ പാർവതീദേവി അനേക കവിശ്രേഷ്ഠന്മാരുടെ സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ട്. ആരെ കൊണ്ടും അത് പൂർണ്ണമാക്കാൻ സാധിച്ചിട്ടില്ല. അല്ലയോ ഹിമവാന്റെ മകളെ, അനേക കവി ശ്രേഷ്ഠന്മാർ അമ്മയുടെ സൗന്ദര്യം വർണ്ണിച്ചിട്ടും അത് പൂർണ്ണമാകാൻ സാധിച്ചില്ല. ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാർക്ക് പോലും അമ്മയുടെ സൗന്ദര്യത്തെപ്പറ്റി അറിവില്ല. അറിയുന്നത് ഒറ്റയാൾ മാത്രം, ശിവന് മാത്രമേ അമ്മയുടെ സൗന്ദര്യം അറിയാനുള്ളൂ. അതുകൊണ്ട് നമ്മൾ ശിവനെ ആരാധിച്ചാൽ ശിവൻ മുഖാന്തരം നമുക്ക് അമ്മയെ കാണാനും അമ്മയെ അതുപോലുള്ള ഭക്തന്മാർക്ക് ദർശനം കൊടുക്കുന്നുണ്ട്. അതുപോലെ ശിവനിൽ കൂടി അമ്മയെ ലയിച്ചാൽ അമ്മയുടെ സൗന്ദര്യം നമുക്കും കാണാൻ സാധിക്കും. അങ്ങനെ ശിവനിൽ കൂടി അമ്മയെ കണ്ടാൽ മുക്തിയും ലഭിക്കും. അതിനായി നാം പരിശ്രമിക്കണം. അമ്മയുടെ സൗന്ദര്യലഹരി, ലളിതാ സഹസ്രനാമം, സൗന്ദര്യലഹരി, ശ്യാമളാദണ്ഡകം തുടങ്ങിയ കാവ്യങ്ങൾ എന്നും വായിക്കുകയും അമ്മയെ പ്രാർത്ഥിക്കുകയും അമ്മയെ മനസ്സിൽ ധ്യാനിക്കുകയും ചെയ്താൽ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും. നമസ്തേ.